എൻ്റെ മുടിയുടെ രഹസ്യം ഒട്ടകപ്പാല്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ഒട്ടകപ്പാല്, ക്യാമലിൻ്റെ മിൽക്കാട്ടോ. ഇവിടെ വന്ന നാളെ തൊട്ട് എൻ്റെ ആഗ്രഹമാണ് ക്യാമലിൻ്റെ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് മേടിച്ചു, നമ്മൾ ട്രൈ ചെയ്യാൻ പോകട്ടെ. ഞാൻ ചെറിയൊരെണ്ണം കേട്ടോ മേടിച്ച, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ വീഡിയോയിലൊക്കെ ഒരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൻ്റെ പോട്ട് ഉണ്ടായിരുന്നല്ലോ, അതിൽ ടീ ഒക്കെ തിളപ്പിക്കുന്നത്, അതിൽ വെച്ച് ഒരു സൗണ്ട് മാത്രം കിട്ടി. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പാലിറ്റ് വീഴും. അങ്ങനെ എൻ്റെ അത് പൊട്ടി. പിന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്, ചായക്കൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ സാധാരണ ചായ ഇടുന്ന തേയിലേക്ക് ഇട്ടിട്ട്, ഇത് ചായ ഇടുന്നത് ഏട്ടനും അച്ഛനും വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ചായ അങ്ങനെ പൊതുവേ കുടിക്കാറില്ല, ഇഷ്ടക്കേടൊന്നുമില്ല, എന്നാലും ഞാൻ പാലും ചായ ഒന്നും അധികം കുടിക്കാറില്ല. ചായ കുടിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്നാണ്. ചായ കുടിച്ചിട്ട് രുചി വ്യത്യാസമുണ്ടോ? കൊള്ളാവോ? അല്ല, പാൽ സാധാ പശുവും ചായ പോലാണോ? ഇതുണ്ട് നമ്മുടെ ഒട്ടകത്തിന്റെ പാല്. ഞാൻ പാലായിട്ട് എടുത്തോട്ടെ, ചായ എടുത്തില്ല. നമുക്ക് രുചി നോക്കട്ടെ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച് കൊള്ളൂല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പശുവും പാലിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കേട്ടോ. എൻ്റെ മുടിയുടെ രഹസ്യം ഒട്ടകപ്പാല്. ഇതുപോലുള്ള കാർക്കൂന്തൽ വേണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒട്ടകപ്പാല് കുടിക്കുക, ചുമ്മാ കേട്ടോ. അപ്പം എന്തായാലും പാൽ അടിപൊളി കേട്ടോ. ഒട്ടകപ്പാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി റേറ്റ് കൂടുതലല്ല നമ്മുടെ സാധാ പാലിനേക്കാളും. അതുകൊണ്ട് എനിക്ക് പാല് കുടിക്കാൻ പറ്റത്തില്ല, എനിക്ക് പാല് അലർജിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അലർജി തന്നെ എക്സ്ട്രീം ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ച് നോക്കിയത് ചെറിയൊരെണ്ണം. പക്ഷെ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും മനസ്സിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.